ഇക്കഴിഞ്ഞ ജനുവരി 17-നായിരുന്നു 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം ആരംഭിച്ചത്. അതിൽ ആദ്യമായി പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഒരു അടിയന്തര പ്രമേയം നിയമസഭ ചർച്ചയ്ക്കെടുത്തതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രധാന വാർത്തകളിലൊന്ന്. ലഹരി വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. വിവിധ ജില്ലകളിലെ ലഹരി ആക്രമണ വാർത്തകൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ അംഗം PC വിഷ്ണുനാഥ് ആയിരുന്നു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. വിഷയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥിനെ എക്സൈസ് മന്ത്രി MP രാജേഷ് നിയമസഭയിൽ അഭിനന്ദിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ലഹരി വ്യാപനം വസ്തുതയാണെന്നും ഇത് ഗൗരവത്തോടെ കണ്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നുമായിരുന്നു പ്രമേയത്തിനുള്ള മറുപടി പ്രസംഗത്തിൽ മന്ത്രി നൽകിയ വിശദീകരണം. കോഴിക്കോട്ട് മകൻ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് സിനിമാ കഥയല്ലെന്നും ലഹരിയുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന കൊലപാതകങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ചൂണ്ടിക്കാട്ടിയ PC വിഷ്ണുനാഥ് ഗ്രാമങ്ങളിൽ വരെ സുലഭമായ ലഹരി സ്വന്തം മാതാപിതാക്കളെ കഴുത്തറുത്ത് കൊല്ലുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് അമ്മയുടെ കഴുത്തറുത്തതും, പറവൂരിലെ ചേന്ദമംഗലത്ത് വീട്ടിൽ കയറി 3 പേരെ അടിച്ചു കൊന്നതും, കോട്ടയത്ത് പോലീസുകാരനെ കൊന്നതും, കുണ്ടറയിൽ മുത്തച്ഛനെയും അമ്മയും തലക്കടിച്ചു കൊന്നതും ലഹരിക്കടിമകളായ യുവതലമുറയാണെന്നും PC വിഷ്ണുനാഥ് നിയമസഭയിൽ പറഞ്ഞു. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയം മുന്നോട്ട് വെച്ചതിൽ PC വിഷ്ണുനാഥിനെ അഭിനന്ദിച്ച മന്ത്രി കൃത്യമായ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ദേശീയ തലത്തിൽ മയക്കുമരുന്ന് ഉപയോഗത്തിൽ കേരളം ഏറ്റവും പിന്നിലാണെങ്കിലും വ്യാപനം കൂടിയിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പരാമർശം നടത്തിയതുപോലെ കേരളം ലഹരിയുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടില്ല. ഇതിന്റെ വ്യാപനം കൂടുന്നുണ്ട്. കേരളമല്ല ഏറ്റവും കൂടുതൽ ലഹരി ഉപഭോഗം നടക്കുന്ന സംസ്ഥാനം. അപ്പൊ ലോകത്താകെ ഇതിന്റെ ഉപയോഗം കൂടുന്നു, ഇന്ത്യയിൽ ഇതിന്റെ ഉപയോഗം കൂടുന്നു. അതിനാനുപാതികമായിട്ടല്ലെങ്കിലും കേരളത്തിലും കൂടുന്നുണ്ട് എന്നതാണ് വസ്തുത. അപ്പൊ ആ വസ്തുതയെ നമുക്ക് വസ്തുതയായിട്ട് കാണാം. 2024 രാജ്യത്ത് 25,000 കോടിയുടെ മയക്കുമരുന്ന് പിടികൂടിയെന്നാണ് PIBയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. 2023 ഇത് 16,100 കോടിയുടേതായിരുന്നു. ഒരു വർഷം കൊണ്ട് രാജ്യത്താകെ 55% അധികമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. ഇതിൽ കേരളത്തിൽ ആകെ പിടികൂടിയ മയക്കുമരുന്നിന്റെ മൂല്യം 60 കോടിയുടേതാണ്. ഈ വിഷയം ഒരു തർക്കത്തിനപ്പുറം അതീവ ഗൗരവത്തോടെ കാണുമെന്നായിരുന്നു മന്ത്രി വ്യക്തമാക്കിയത്. കൂടാതെ സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ചെങ്കിലും ലഹരിയുടെ തലസ്ഥാനം കേരളമാണെന്ന പ്രചാരണം ശരിയല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പറഞ്ഞു. ലഹരി ഉപയോഗത്തിൽ ദേശീയ തലത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ്. ലഹരി കേസുകളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനവും കേരളമാണ്. മാത്രമല്ല, ലഹരി കേസിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണത്തിലും കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണ്. 24,517 പേരെയാണ് കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തത്. അതേസമയം മയക്കുമരുന്നിന്റെ കേന്ദ്രമായ ഡ്രഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പഞ്ചാബിൽ നിന്ന് അറസ്റ്റിലായത് വെറും 9,134 പേർ മാത്രമാണ്. സംസ്ഥാനത്തെ ലഹരിയുടെ കടന്നുകയറ്റത്തിനെതിരെ വ്യക്തിയെയും ഒപ്പം സമൂഹത്തെയും ശിഥിലമാക്കുന്ന ലഹരി എന്ന വിപത്തിനെ കുറിച്ച് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ലഹരി വിമുക്ത പ്രചാരണ പരിപാടിയാണ് വിമുക്തി. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കേരള സർക്കാരും എക്സൈസ് വകുപ്പും കൂട്ടായ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ നടപ്പിലാക്കുകയാണ് വിമുക്തിയിലൂടെ. നിലവിൽ ഇന്ത്യക്കാകെ മാതൃകയായ ഒരു പദ്ധതിയാണ് വിമുക്തി. 24 മണിക്കൂറും സജ്ജമായ എക്സൈസിന്റെ ജില്ലാതല, സംസ്ഥാനതല കൺട്രോൾ റൂമുകൾ, സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം, കൂടാതെ 66ഓളം വാഹനങ്ങൾ എക്സൈസിന് ലഭ്യമാക്കി. ചെക്ക് പോസ്റ്റുകൾ ആധുനികവൽക്കരിക്കാൻ സംവിധാനമൊരുക്കി. സൈബർ സെല്ലിനെ നവീകരിക്കാൻ CDR അനലൈസറുകൾ. 2 കോടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരന്ന മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പ് മാത്രം 9,337 ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. വിഷയം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇത്രയധികം ആളുകളിലേക്ക് വിഷയം എത്തിക്കാൻ കഴിഞ്ഞു. സർക്കാർ എത്ര സൂക്ഷ്മമായാണ് ഇടപെട്ടതെന്ന് തെളിയിക്കുന്നതാണ് ലഹരിക്കെതിരായ ഈ പദ്ധതികളെല്ലാം തന്നെ. ശരിക്കും എവിടെ നിന്നാണ് ഈ ലഹരികളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്? കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട രാജ്യ തലസ്ഥാനത്ത് നടന്നത്. ആ സംഭവത്തെക്കുറിച്ച് ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ
കൊലപാതകങ്ങളോ മറ്റ് ആക്രമണങ്ങളോ സംഭവിച്ച മേഖലകളിൽ പോയി ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എല്ലായിടത്തും ആളുകൾ പറയുന്നത് മയക്കുമരുന്നുകൾ ഓരോ മുക്കിലും മൂലയിലും വിൽക്കപ്പെടുന്നു എന്നാണ്. ഡൽഹിയിലെ ഓരോ മുക്കും മൂലയും മയക്കുമരുന്നുകൾ വിൽക്കപ്പെടുന്ന സ്ഥലമായി അവർ മാറ്റിയിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ മയക്കുമരുന്നുകൾ വരുന്നത്? ഡൽഹിയിൽ എവിടെയും മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ഡൽഹിയിൽ എവിടെയും മയക്കുമരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നുമില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ മയക്കുമരുന്നുകൾ വരുന്നത്? ഈ സദസ്സിന് മുന്നിൽ ഏതാനും ചില വിവരങ്ങളും സംഭവങ്ങളും ഞാൻ പറയാം. ഒക്ടോബർ 1 ഡൽഹിയിലെ മഹിബാൽപൂരിൽ നിന്ന് 562 കിലോ കൊക്കൈനും 40 കിലോ മരിജുവാനയും പിടികൂടി. അത് വന്നത് ഗുജറാത്തിൽ നിന്നായിരുന്നു. ഒക്ടോബർ 10 വെസ്റ്റ് ഡൽഹിയിലെ രമേശ് നഗറിൽ നിന്ന് 208 കിലോ കൊക്കൈൻ പിടികൂടി. അതും വന്നത് ഗുജറാത്തിൽ നിന്ന് തന്നെയായിരുന്നു. ഇത് രണ്ടും വന്നത് ഗുജറാത്തിലെ അങ്കലേശ്വർ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു. ഒക്ടോബർ 13 അങ്കലേശ്വറിൽ റെയ്ഡ് നടക്കുകയും അവിടെ നിന്ന് 518 കിലോ കൊക്കൈൻ പിടികൂടുകയും ചെയ്തു. അങ്ങനെ മൊത്തം 1289 കിലോ കൊക്കൈനും 40 കിലോ മരിജുവാനയും ആ ദിവസങ്ങളിൽ പിടികൂടി. അതിന്റെ ആകെ വില 13,000 കോടി രൂപ. എല്ലാം വന്നത് ഗുജറാത്തിൽ നിന്ന് തന്നെ.